സ്കൂൾ വിട്ട് വരുമ്പോഴായിരുന്നാലും വീട്ടിലുള്ളപ്പോഴായിരുന്നാലും അവർക്ക് എന്താ വെറൈറ്റി ആയിട്ടൊരു സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുക എന്ന് നമുക്ക് എല്ലാവരുടെയും ഒരു ടെൻഷനാണ് അല്ലേ. അതും ഇക്കാലത്തെ കുട്ടികളാണെങ്കിൽ പുതിയ ട്രെൻഡിലുള്ള സ്നാക്സാണ് വേണമെന്ന് ആഗ്രഹിക്കുന്നതും. നമ്മളപ്പോൾ അത് അല്പം ഹെൽത്തിയായ വേർഷനിൽ കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കണമല്ലോ. നമുക്കിന്ന് ഒരു സ്വീറ്റ് പൊട്ടറ്റോ വാഫിൾ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. കുട്ടികൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. കണ്ടില്ലേ അവൻ എന്ത് ഇഷ്ടത്തോടെയാണ് കഴിച്ചതെന്ന്. നമുക്കപ്പോൾ അത് ഉണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം കേട്ടോ. ഞാനൊരു 3 മീഡിയം സൈസ് സ്വീറ്റ് പൊട്ടറ്റോ നന്നായിട്ടൊന്ന് വേവിച്ച് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ വേണം, ബേക്കിംഗ് സോഡ, പിന്നെ അല്പം സിന്നമൺ പൗഡർ, അതായത് പട്ടയുടെ പൊടി, പിന്നെ വാനില എക്സ്ട്രാക്റ്റ്, ഒരു 1/4 കപ്പ് മോര്, പുളിക്കാത്ത മോര്, 2 മുട്ട, അൺസാൾട്ടഡ് ബട്ടർ, പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഓട്സ് നന്നായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങാം. ഒരു ബൗളിലേക്ക് ആ 2 മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു 1/4 കപ്പിൻ്റെ മോരൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല പുളിക്കാത്ത മോരാണ് കേട്ടോ വേണ്ടത്. ഇനി അതിലേക്ക് ഒരു അല്പം വാനില എക്സ്ട്രാക്റ്റ് ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 തുള്ളി ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ വെച്ചിരുന്ന അൺസാൾട്ടഡ് ബട്ടർ ഉണ്ടല്ലോ, അത് ഞാനൊന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പാർഷ്യലി മെൽറ്റഡ് ആണ് കേട്ടോ, ഒരുപാട് മെൽറ്റ് ആയതല്ല. ഞാൻ മെൽറ്റ് ചെയ്ത് വെച്ചിരുന്നു, അതിരുന്ന് പിന്നെ അല്പം കൂടെ ഒന്ന് ഫ്രീസായി. അതും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് 3ഉം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ വിസ്ക് ഉണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിച്ചോ, ഇല്ലെങ്കിൽ ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ സ്മാഷ് ചെയ്ത് വെച്ചിരുന്ന സ്വീറ്റ് പൊട്ടറ്റോ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതായത് എനിക്കിപ്പോൾ കിട്ടിയ സ്വീറ്റ് പൊട്ടറ്റോ ആ ചുവന്ന കളർ പൊട്ടറ്റോ ആയിരുന്നു. അത് നല്ല ടേസ്റ്റാണ് നമുക്ക്. പക്ഷേ നോർമലായിട്ട് എപ്പോഴും കിട്ടുന്നത് ആ വെള്ള കളറാണ് നമുക്ക് കിട്ടുന്നത്. അതായിരുന്നാലും മതി, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇത് സ്വീറ്റ് പൊട്ടറ്റോ ഇട്ട് കൊടുത്തതിന് ശേഷം അല്പം കട്ടിയെന്ന് തോന്നുമ്പോഴത്തേക്ക് ഒരല്പം കൂടെ പാലൊഴിച്ച് കൊടുത്തൊന്ന് ലൂസാക്കി എടുക്കാം. കാരണം ഈ ബാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ പോലെയാണ് ഇരിക്കേണ്ടത്. അതായത് ഇഡ്ഡലി മാവിനെക്കാട്ടിയും അല്പം കൂടെ കട്ടിയായിട്ട്. അപ്പോൾ നമ്മൾ നോക്കിയും കണ്ടും അല്പം പാലൊക്കെ ഒഴിച്ച് കൊടുത്ത് ആ കൺസിസ്റ്റൻസി ആക്കിയെടുക്കണം. ഇപ്പം നമുക്ക് ഓട്സ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഓട്സ് പൊടി ഞാനൊരു 3/4 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നോക്കിയും കണ്ടും ഇടണം. നമ്മൾ എടുക്കുന്ന സ്വീറ്റ് പൊട്ടറ്റോയുടെ അളവിനനുസരിച്ച് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം കേട്ടോ. ഓട്സ് പൊടിയും വേണ്ട പോലെ ഒഴിച്ചു കൊടുത്ത്, പാലും വേണ്ട പോലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത്, ആ ഇഡ്ഡലി മാവിനെക്കാട്ടിയും അല്പം കൂടെ കട്ടിയുള്ള കൺസിസ്റ്റൻസിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ കംപ്ലീറ്റ് നോ ഷുഗർ വേർഷനിലാണ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇനി മധുരം വേണം എന്നുണ്ടെങ്കിൽ അല്പം നാട്ടു ശർക്കര എങ്ങാനും ഇട്ട് കൊടുക്കാം, ബ്രൗൺ ഷുഗർ അത് വേണേൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഈ സ്വീറ്റ് പൊട്ടറ്റോയുടെ മധുരം മാത്രമേ ഇതിനകത്തുള്ളൂ. കുട്ടികൾക്ക് ഹെൽത്തി ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു 1/4 ടീസ്പൂൺ പട്ടപ്പൊടി ഇട്ട് കൊടുത്തു, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മാവ് ഇപ്പം നന്നായിട്ട് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ കൺസിസ്റ്റൻസിയിൽ നമ്മൾ മാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് തയ്യാറാക്കാൻ പോകുന്നത് ഒരു വാഫിൾ മേക്കറിലാണ് കേട്ടോ. വാഫിൾ മേക്കർ എന്ന് പറയുന്നത് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. 500 രൂപ തൊട്ട് സ്റ്റാർട്ടിങ്ങിൽ നമുക്കത് കിട്ടും. ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വാഫിൾ മേക്കർ ഉണ്ടെങ്കിൽ അതിൽ തയ്യാറാക്കി എടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മുടെ ദോശക്കല്ലിൽ പാൻ കേക്ക് ചുടുന്നത് പോലെ അല്പം നെയ്യ് എന്തെങ്കിലും ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചു മറിച്ചു വിട്ട് ചുട്ടെടുക്കുക. ഇത് നിങ്ങൾ വാഫിൾ മേക്കറിലാണ് തയ്യാറാക്കുന്നതെങ്കിൽ അതിലല്പം നെയ്യ് ഗ്രീസ് ചെയ്തതിന് ശേഷം ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, മാവ് ഒഴിക്കുമ്പോൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പോൾ ടൈറ്റായിട്ടൊന്ന് അടച്ചു കൊടുത്തിട്ട് ഒരല്പം കഴിയുമ്പോൾ ഒരു 5 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്ക് സൈഡിൽ കൂടെ പുക വരും. ആ പുക ഒന്ന് ആറി കഴിയുമ്പോഴത്തേക്ക് അത് വെന്തു എന്നർത്ഥം. ഇപ്പം നമ്മുടെ വാഫിൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്വീറ്റ് പൊട്ടറ്റോ വാഫിൾ റെഡിയാണ്. ഇതിൽ തയ്യാറാക്കി എടുത്തതുകൊണ്ട് ഡിസൈനൊക്കെ ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവ് ആയിരിക്കുമല്ലോ. അതാണ് അതിലുണ്ടെങ്കിൽ അതിൽ തന്നെ തയ്യാറാക്കാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് തയ്യാറാക്കി ദോശക്കല്ലിലെങ്കിലും പാൻ കേക്ക് പോലെയെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.